നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹം എന്ന പേരായിട്ടുള്ള കൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരം, അതിലെ 28ാമത്തെ ചതുർയുഗമാണ്. 28ാമത്തെ ചതുർയുഗത്തിലെ അവസാനത്തേതായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,525 ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് ഈ കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 25 തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 20 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 11 തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. രാത്രി 11:09 വരെയുള്ള സമയത്താണ് ഈ സപ്തമി തിഥിയുള്ളത്. തുടർന്ന് അഷ്ടമിയാണ്. നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. വൈകിട്ട് 6:17 വരെയുള്ള സമയത്താണ് പൂയം നക്ഷത്രം വരുന്നത്. അതിനുശേഷം ആയില്യം ആണ്. കാരണം വിഷ്ടികരണമാണ്. 11:32 രാവിലെ 11:32 വരെ മാത്രമാണ് വിഷ്ടികരണമുള്ളത്. നിത്യയോഗവും ശുഭനാമ നിത്യയോഗമാണ്. രാവിലെ 9:44 വരെ മാത്രമാണ് ശുഭനാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല വരുന്നത് വിശാഖം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലവുമാണ്. ഇന്ന് ദിവസം ചൊവ്വ കുജൻ്റെ അഥവാ ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:20 5 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:55 42 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യ കേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റ് വടക്കോട്ടും തെക്കോട്ടും മാറുന്തോറും ഈ ഉദയത്തിലും അസ്തമയത്തിലും ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം ഉണ്ടാകാം. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 35 മിനിറ്റ് 37 ആണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 3:01 തുടങ്ങി 4:28 വരെയുള്ള സമയത്താണ്. ഗുളികകാലം ഉച്ചയ്ക്ക് 12:07 തുടങ്ങി 1:34 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 9:13 തുടങ്ങി 10:40 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ കാലങ്ങൾ വർജിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 12:05 വരെയും തുടർന്ന് മധ്യം 4 മിനിറ്റ് വർജിച്ച് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്കാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത്. അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്കൊരു ശുഭദിനം എന്ന് പറയാൻ സാധിക്കില്ല. നൂതന കർമ്മങ്ങൾക്ക് നൂതനമായിട്ടുള്ള യാത്ര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അവർ വർജിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. പൗഷ്ടിക കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമാണ് പൂയം നക്ഷത്രം. ദേവപ്രതിഷ്ഠാദികൾ നടത്തുക, അതുപോലെ വിവാഹം നടത്താൻ പാടില്ല. മറ്റ് എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങളും ശാന്തി കർമ്മങ്ങളും ഒക്കെ നടത്താനുള്ള ദിവസമാണ് പൂയം. ഇത് സപ്തമിയാണ് തിഥി. കൃഷ്ണപക്ഷത്തിലെ സപ്തമിയാണ്. ഗജകൃത്യം കാര്യങ്ങളും അതുപോലെ സംഗീത വിദ്യാഭ്യാസം തുടങ്ങുക, വിവാഹാദി മറ്റ് കർമ്മങ്ങൾക്കും ഒക്കെയും അനുകൂലമാണ്. വസ്ത്രഭൂഷണാദികളൊക്കെ ധരിക്കുക, നൂതനമായിട്ടുള്ള വസ്ത്രം, നൂതനമായിട്ടുള്ള ആഭരണം മുതലായിട്ടുള്ള അണിയുക, യാത്ര, അതുപോലെ യുദ്ധാരംഭം, ഇതിനൊക്കെ ഈ ഷഷ്ഠി തിഥി അനുകൂലമാണ്. നമസ്കാരം.